കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ ശ്രോതാക്കളോടും ഞാൻ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ കേരളത്തിൽ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഒരു ഓർത്തഡോക്സ് സമുദായ കുടുംബത്തിൽ ആണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾ ഓർത്തഡോക്സിലായിരുന്നു. എൻ്റെ പിതാവ് മദ്യപാനിയായിരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ ഇടമുറിയാത്തൊരു പ്രാർത്ഥന എൻ്റെ ശീലമായിരുന്നു. പ്രാർത്ഥനയില്ലാതെ സമാധാനമില്ലാതെ ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു എൻ്റെ ഭവനത്തിൽ. വീട്ടിലെ മൂത്ത മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഇളയത് മൂന്ന് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഒരു 12 വയസ്സ് പ്രായമായപ്പോൾ ബത്തേരിയിലുള്ള ബഥേൽ ആശ്രമത്തിൽ പോയി ഒരു വെക്കേഷനിൽ VBS അറ്റൻഡ് ചെയ്യുവാനും ആ VBS വെച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുവാനുമെല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവം അവസരം തന്നു. അന്ന് മുതൽ കർത്താവിനോട് പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് വേർപെട്ടൊരു സഭയിൽ കടന്നു ചെല്ലുവാനോ ആത്മീയമായിട്ടൊരു വളർച്ച പ്രാപിക്കാനോ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവും ഒരു മദ്യപാനിയാണെന്ന്. അതെൻ്റെ മനസ്സിനെ മാനസികമായി വളരെയധികം തകർത്തു. രാത്രി കാലങ്ങളിൽ കണ്ണുനീരുകൊണ്ട് തലയണ നനയ്ക്കുന്ന ശീലമായിരുന്നു എൻ്റേത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന ദേശത്ത് ഒരു ഉണർവ് വ്യാപരിക്കുവാനും മലങ്കര ക്രിസ്ത്യൻ ചർച്ച് സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉണർവ് അവിടെ വ്യാപരിക്കുവാനും മീനങ്ങാടിയിൽ അത്തിനലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വ്യാപരിക്കുവാനും ആ ഉണർവ് മുഖാന്തരം ദൈവസഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനും എല്ലാം ദൈവം എനിക്ക് അവസരം തന്നു. എൻ്റെ ഹസ്ബൻഡ് അന്ന് ഗൾഫിലായിരുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അങ്ങനെ ഞാനും കുഞ്ഞുങ്ങളെയും കൊണ്ട് ദൈവസഭയിൽ കടന്നുപോയി കർത്താവിനെ ആരാധിക്കുവാനും എല്ലാം അവസരം കിട്ടിയെങ്കിലും ഹസ്ബൻഡ് അതിനെല്ലാം എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വില കൊടുക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ദൈവം വിശ്വാസത്തിൽ ഉറപ്പിച്ചു, ധൈര്യപ്പെടുത്തി, ശക്തീകരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിപ്പാനും സ്നാനപ്പെടുവാനും എല്ലാം ദൈവ അവസരം ഒരുക്കി. അതിനുശേഷം ആ ദേശത്ത് നിന്നും ഞങ്ങൾ സ്ഥലം വിറ്റ് മറ്റ് ചെതലയെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താമസം മാറുവാൻ ഇടയായി. അവിടെ ആയിരുന്നപ്പോഴും ഇടമുറിയാത്ത പ്രാർത്ഥനയും ആരാധനയും അന്യഭാഷയിലുള്ള ആരാധനയും ഞങ്ങളുടെ ശീലമായിരുന്നു. ഹസ്ബൻഡ് പുറത്തേക്ക് പോകുന്ന നിമിഷം മുതൽ ഞാനും കുഞ്ഞുങ്ങളും കൂടി കർത്താവിനെ ആരാധിക്കുന്നത് എൻ്റെ ശീലമായിരുന്നു. അങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം ഒന്ന് മാറണം, കുടുംബത്തിലൊരു സമാധാനം വേണം, അതായിരുന്നു എൻ്റെ പ്രാർത്ഥനയുടെ വിഷയം. എന്നാൽ ദൈവം അതിലപ്പുറമായിട്ട് ആ ദേശത്തൊരു ഉണർവിന് ഞങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരമായി തീർന്നു. ദേശത്തുള്ള ആദിവാസി കോളനികളിൽ നിന്നും ജനം കടന്നു വന്ന് പ്രാർത്ഥിക്കാനും അവിടെ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാനും ദൈവം അവസരമൊരുക്കി. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിലൊരു കൂട്ടായ്മയായിട്ട് ആരംഭിച്ചു. ധാരാളം ആദിവാസികൾ ഫോറസ്റ്റ് ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ധാരാളം ആദിവാസികൾ ഫോറസ്റ്റിനോട് ചേർന്ന് താമസിക്കുന്നുണ്ട്. അവർ അനേകർ സുവിശേഷം കേൾക്കുവാനും മാനസാന്തരപ്പെടുവാനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനും അവരുടെ മുറുക്കിൻ്റെയും മദ്യപാനത്തിൻ്റെയും അടിമത്വത്തിൽ നിന്നെല്ലാം അവർക്ക് വിടുതൽ ലഭിക്കുന്നതും കാണുവാൻ ദൈവം അനേകം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ദേശത്ത് നടക്കുവാൻ കർത്താവ് ഇടയാക്കി. നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ നമ്മൾ തകർന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന നാളുകളെല്ലാം
ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. ആദിവാസികളുടെ ഇടയിൽ നിന്ന് തന്നെ കാട്ടുനായ്ക്ക വിഭാഗത്തിൽ നിന്ന് പാസ്റ്റേഴ്സ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കടന്നു വന്നതിൽ 3-4 പേര് പാസ്റ്റേഴ്സായിട്ട് തീരുകയും അവരെല്ലാം ഫോറസ്റ്റിൻ്റെ ഉള്ളേരിയയിലേക്ക് കടന്നു ചെന്ന് കർത്താവായ യേശുവിനെക്കുറിച്ച് അനേകരെ അറിയിക്കുവാനും അനേകം ആദിവാസികൾക്കുടെ വിടുതലിന് അത് കാരണമായി തീരുവാനും എല്ലാം ഇടയാക്കി. ഞങ്ങളുടെ ഭവനത്തോട് ചേർന്ന് ഇന്നൊരു കാട്ടുനായ്ക്ക വിഭാഗത്തിലുള്ള ജനങ്ങൾ വന്ന് ആരാധിക്കുന്ന ഒരു ചർച്ച അവിടെ പ്ലാൻ ചെയ്യാനിടയായി. ആദിവാസികളുടെ ഇടയിൽ നിന്ന് തന്നെ പാസ്റ്റേഴ്സ് എഴുന്നേറ്റ് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിൽപ്പാനും വലിയ ദൈവപ്രവൃത്തി ആ ദേശത്ത് നടക്കുവാനും ഇടയായി. എൻ്റെ ഭർത്താവും കാലക്രമേണ രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് ചേരുവാൻ ദൈവം സഹായിച്ചു. എല്ലാത്തിനും ദൈവം മറുപടി തന്നു. അത് തന്നെയല്ല എൻ്റെ ഏറ്റവും വലിയ ഭാരം എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസം എന്താകും, അവരുടെ ഭാവി എന്താകും. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മൂലം ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒത്തിരി സാമ്പത്തിക നഷ്ടങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ കുടുംബക്കാരും ബന്ധക്കാരും എല്ലാം ഞങ്ങളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതുമൂലം സാമ്പത്തികമായിട്ട് ഒരു നന്മയുമില്ല, ക്ഷയിച്ചു പോയി എന്ന് പറയാനിടയായ സ്ഥാനത്ത് കുഞ്ഞുങ്ങളെയെല്ലാം നല്ല നിലയിൽ ആക്കി തീർക്കുവാൻ ദൈവം ഇടയാക്കി. ഒരാൾ ന്യൂസിലൻഡിലും ഒരാൾ അയർലൻഡിലും ആയിരിക്കുന്നു.